നമസ്കാരം. തുടരും സിനിമ കണ്ടു. നല്ല സിനിമ. കുറച്ച് നാളായിട്ട് ഇറങ്ങിയ സിനിമകളിൽ കുടുംബ കഥ ഉള്ള ഒരു മോഹൻലാലിൻ്റെ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു സിനിമ. നല്ല കണ്ടിരിക്കാൻ നല്ല ഒരു ആകാംക്ഷയോടെ നമ്മൾ കണ്ടിരിക്കുന്ന ഒരു സിനിമയാണിത്. പിന്നെ എനിക്ക് ഫീൽ ചെയ്ത നല്ല പാട്ട്, നല്ല ക്യാമറ, എല്ലാം കൊള്ളാം. അതേപോലെ അതിൽ വില്ലനായിട്ട് അഭിനയിച്ച ജോർജ് സാറ്, പുള്ളി ഒരു പകുതിയാകുമ്പോഴാണ് കടന്നു വരുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മോഹൻലാലിന് തുല്യമായിട്ട് പുള്ളി ഇങ്ങനെ ആ സിനിമയിൽ മുഴുവനായിട്ടുണ്ട്. അപ്പോൾ നല്ല കഥയാണ്. നമ്മൾ ത്രില്ലോടെ കണ്ടിരിക്കും. ഇനി എന്ത് സംഭവിക്കും എന്നിട്ട് നമ്മളിങ്ങനെ കണ്ടിരിക്കും. അങ്ങനെ ഒരു കഥ നന്നായിട്ടുണ്ട്. പിന്നെ ജോർജ് സാറ് പൊളിച്ച്. അപ്പോൾ നമ്മൾ സിനിമ കണ്ടിറങ്ങിക്കഴിഞ്ഞാൽ ആദ്യം ഗൂഗിളിൽ നോക്കുന്നത്, ഞാൻ നോക്കിയത് ആരാണ് ഈ ജോർജ് സാർ എന്നാണ്. അങ്ങനെ ഞാൻ പുള്ളിയെക്കുറിച്ച് മനസ്സിലാക്കി. അപ്പോൾ നിങ്ങളും പടം കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അയാളെക്കുറിച്ച് നോക്കും. പിന്നെ എനിക്ക് ഇതിനകത്ത് ചെറിയൊരു നെഗറ്റീവ് വശം തോന്നിയത്, ആരും ഈ പടത്തിനെ കുറിച്ച് നെഗറ്റീവ് പറഞ്ഞ് ഞാൻ കേട്ടില്ല. നെഗറ്റീവ് പറയാത്ത സിനിമ എന്നൊക്കെയാണ് ഞാൻ റിവ്യൂവിൽ കണ്ടത്. അപ്പോൾ എനിക്ക് ചെറിയൊരു നെഗറ്റീവായിട്ട് തോന്നിയത്, നമ്മൾ അടുത്ത കാലത്ത് കണ്ട ഒരു സിനിമയുമായിട്ട് കഥയ്ക്ക് ചെറിയൊരു സാമ്യം, ആ കഥയുടെ ചെറിയൊരു ഓപ്പോസിറ്റ് സൈഡ് പറയുന്നത് പോലെ എനിക്ക് തോന്നി. അതൊരു നെഗറ്റീവിന് വേണ്ടി പറഞ്ഞതല്ല, എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. മനസ്സിൽ തോന്നിയത് പറഞ്ഞു. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ എന്ന് നിങ്ങൾ സിനിമ കണ്ടിട്ട് തീരുമാനിക്കുക. അപ്പോൾ എല്ലാവരും സിനിമ കാണുക. അടിപൊളി സിനിമ.